ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് മരുഭൂമിയിലെ പിതാവായ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ മനുഷ്യ ആത്മാക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വചനം എന്ന് പറയാവുന്ന ഒരു വചനമടങ്ങിയ സുവിശേഷ ഭാഗമാണ്. യേശുനാഥൻ കടൽത്തീരത്തേക്ക് പോകുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ഒത്തിരി അധികം മനുഷ്യരെത്തുന്നുണ്ട്. അപ്പം അവിടെ വെച്ച് അവൻ ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുകയാണ്. അതിനുശേഷം ലേവിയോടൊപ്പം അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒത്തിരി അധികം മനുഷ്യർ, അതായത് പാപികളും ചുങ്കക്കാരും ഒക്കെ യേശുവിൻ്റെ ചുറ്റും വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് പിറുപിറുക്കുന്ന ജനത്തോട് യേശുനാഥൻ പറയുകയാണ്, പാപികൾക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, പാപികളെ വിളിക്കാനാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ഞാനാണ് അവരുടെ വൈദ്യൻ, എന്നെക്കൊണ്ട് ആവശ്യമുള്ളത് അവർക്കാണ്. ഞാൻ പാപികളെ അവഗണിക്കുന്ന ദൈവമല്ല, പരിഗണിക്കുന്ന ദൈവമാണ്. ഇത് എല്ലാ മനുഷ്യർക്കും ഒത്തിരിയധികം സന്തോഷം നൽകുന്ന, ഒരു പ്രത്യാശ നൽകുന്ന വചനമാണ്. അപ്പോൾ എന്താണ് യേശുനാഥനെ കൊണ്ട് അങ്ങനെ പറയാൻ അല്ലെങ്കിൽ അങ്ങനെ പറയിപ്പിച്ച കാരണം ഇസ്രായേൽക്കാർ അവരുടെ പാരമ്പര്യമൊക്കെ അനുസരിച്ച് പാപികളും ചുങ്കക്കാരും ഈ നിയമലംഘകരും ഒക്കെ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. ദൈവം അവരെ വെറുത്തിരുന്നു എന്നാണ് ഇവർ പഠിപ്പിച്ചിരുന്നത്, ഈ നീപജ്ഞനും ഫരിസേയരൊക്കെ പഠിപ്പിച്ചിരുന്നത്. മാത്രമല്ല ദൈവം അവരെ ശപിക്കുകയും അവർക്ക് രോഗങ്ങളൊക്കെ നൽകി അവരെ ഒത്തിരിയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഇവർ പഠിപ്പിച്ചു. അപ്പോൾ ഒരു കരുണയുള്ള ദൈവത്തെക്കുറിച്ചല്ല, ശിക്ഷിക്കുന്ന, കോപിക്കുന്ന, ചെറിയ കുറ്റങ്ങൾക്ക് പോലും വളരെ കഠിനമായി ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ, അങ്ങനെ കരുണയ്ക്ക് എതിരായ ഒരു ദൈവസങ്കല്പമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്. അവർക്ക് മുമ്പിലാണ് യേശുനാഥൻ കരുണയുടെ ഒരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊരു സുഹൃത്തായ ദൈവമാണ്, കൂടെ നടക്കുന്ന ദൈവമാണ്. നല്ലവരായ മനുഷ്യരോടൊപ്പം മാത്രമല്ല, പാപികളെയൊക്കെ കൂടെ നടന്ന് അവരെയും നന്മയുടെ വഴിയിലേക്ക് നടത്തുന്ന ഒരു ദൈവം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട കാര്യം, യേശുനാഥൻ ഈ പാപികൾക്കും ചുങ്കക്കാർക്കൊക്കെ പ്രാപ്യനായിരുന്നുവെന്നാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന നിയമജ്ഞർ, ഫരിസേയരെ പോലുള്ള വലിയ വലിയ മനുഷ്യരുടെ അടുക്കലൊന്നും ഇങ്ങനെയുള്ള മനുഷ്യരൊന്നും ചെന്ന് എത്തിയിരുന്നില്ല. മാത്രമല്ല ഗുരുക്കന്മാർ, റബ്ബികൾ, അവരുടെ അടുക്കലും ഇങ്ങനെയുള്ള മനുഷ്യരൊന്നും ചെന്നെത്തിയിരുന്നില്ല. അവരൊക്കെ ഒത്തിരി ഭയപ്പെട്ടിരുന്നു ഇവരെ, കാരണം അവരെ ശപിക്കുകയും ശാപവാക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ യേശുനാഥൻ്റെ അടുക്കൽ വരാൻ ഇവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം യേശുവിൻ്റെ ഹൃദയം തുറന്നൊരു ഹൃദയമാണെന്നും എല്ലാവരെയും സ്വീകരിച്ചിരുന്നു എന്ന് ഈ മനുഷ്യരൊക്കെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പ്രാപ്യമായ ഒരു മനുഷ്യനായതുകൊണ്ട് യേശുനാഥൻ്റെ പക്കലേക്ക് ഇവർ ഓടി എത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശ അതാണ്, യേശുവിൻ്റെ പക്കലേക്ക് നമുക്ക് ഓടിയെത്താം. അവിടെ നിന്ന് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും നമുക്ക് വേണ്ടിയാണ് വന്നതെന്ന് അവൻ എല്ലാവരുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അപ്പോൾ ഇതേ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്. നമ്മൾ ഇതുപോലെ തുറന്ന മനസ്സുള്ളവരായിരിക്കണം, എല്ലാവർക്കും ഓടിയെത്താനും എല്ലാവർക്കും കരുണയും സ്നേഹവും ഒക്കെ കൊടുക്കുന്ന മനുഷ്യരായി മാറണം. ഇന്ന് നമ്മൾ തിരുനാൾ ഓർമ്മിക്കുന്ന വിശുദ്ധ അന്തോനി, അദ്ദേഹം സഭയുടെ വലിയ മരുഭൂമിയിലെ പിതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹവും ഇതുപോലെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് യേശുവിന് വേണ്ടി, യേശുവിനെക്കുറിച്ച് ധ്യാനിക്കാനും ജീവിക്കാനും മരുഭൂമിയിൽ എത്തിയെങ്കിലും അവിടെ പോയി ചെറിയ ജോലികളൊക്കെ ചെയ്ത് മറ്റു മനുഷ്യരെ സഹായിക്കുകയും ഒത്തിരിയധികം മനുഷ്യർ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആശ്വാസത്തിനായി ഓടിയെത്തി. കാരണം ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുമെന്നും ആശ്വാസം പകരുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. യേശുനാഥനെ പോലുള്ള ഒരു ചെറിയ മാതൃകയായി ജീവിച്ച് മരിച്ച ഒരു വലിയ വിശുദ്ധൻ. അപ്പോൾ ഈ വിശുദ്ധനും കർത്താവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ്. മനുഷ്യർക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ, സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ ക്ലേശങ്ങളിലും അവരുടെ പാപങ്ങളിലും അവരുടെ വേദനകളിലും ഒക്കെ അവരെ പാപങ്ങളിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി, അവരുടെ രോഗങ്ങളിലും അവരുടെ വേദനകളിലും ഒക്കെ സൗഖ്യം നൽകാൻ പറ്റുന്ന ഒരു മനുഷ്യനായി, മനുഷ്യർക്കൊക്കെ പ്രാപ്യമായ രീതിയിൽ ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വിശുദ്ധനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, മനുഷ്യർക്കെല്ലാം ഓടിയെത്താൻ പറ്റുന്ന ഒരിടമായി എൻ്റെ ജീവിതവും മാറണമെന്ന്. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.